എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിൽ ആഹ്വാനം ചെയ്ത ഹർത്താലിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്നു. പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളെയും രോഗികളെയും അടക്കം തടയുന്ന സാഹചര്യമാണ് പലയിടത്തുമുണ്ടായത്. തലസ്ഥാനത്ത് ഗതാഗത കുരുക്കിൽ പരീക്ഷാർത്ഥികൾ വലഞ്ഞു. തിരുവനന്തപുരത്ത് ഹർത്താൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. VIT എൻട്രൻസ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത്. കഴക്കൂട്ടം മുതൽ കണിയാപുരം വരെയുള്ള ഭാഗത്ത് വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ കൃത്യസമയത്ത് എത്താൻ കഴിയാതെ പലരും വലഞ്ഞു. രോഗികളുമായി ആശുപത്രികളിലേക്ക് പോയ വാഹനങ്ങളും സമരക്കാർ തടഞ്ഞു. തമ്പാനൂർ KSRTC ടെർമിനലിന് മുന്നിൽ പോലീസും സമരക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ബസ്സുകൾ സർവീസ് നടത്താൻ പോലീസ് ശ്രമിച്ചതാണ് സമരക്കാരെ പ്രകോപിപ്പിച്ചത്. നെയ്യാറ്റിൻകരയിലും പള്ളിപ്പുറത്തും റോഡ് ഉപരോധിച്ച ഹർത്താൽ അനുകൂലികളെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. പള്ളിപ്പുറം CRPF ജംഗ്ഷനിൽ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ റോഡിലിരുന്നാണ് പ്രതിഷേധിച്ചത്. അധ്യാപകർക്ക് നേരെ അസഭ്യം, വ്യാപാര സ്ഥാപനങ്ങളിൽ ഭീഷണി, കാരാളിമുക്കില് തടഞ്ഞ വാഹനങ്ങൾ, ആലപ്പുഴയിൽ അടഞ്ഞുകിടക്കുന്ന കടകൾ. കാരാളിമുക്കില് പരീക്ഷാ മൂല്യനിർണ്ണയത്തിന് പോയ അധ്യാപകരുടെ വാഹനം തടയുകയും അവരെ അസഭ്യം പറയുകയും ചെയ്തതായി പരാതി ഉയർന്നു. ആലപ്പുഴയിൽ കടകൾ തുറക്കാൻ ശ്രമിച്ച വ്യാപാരികൾക്ക് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. ഒരു കടയിലെ വനിതാ ജീവനക്കാരിയെ ഭീഷണിപ്പെടുത്തുകയും മൊബൈൽ ഫോൺ തട്ടിയെടുക്കുകയും ചെയ്തതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആരോപിച്ചു. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം. കോട്ടയം ലുലു മാൾ, ഇടുക്കി, കട്ടപ്പന, കണ്ണൂർ, പഴയങ്ങാടി എന്നിവിടങ്ങളിലെ പ്രതിഷേധ പ്രകടനങ്ങൾ. കോട്ടയത്ത് ലുലു മാൾ, കാർ ഷോറൂമുകൾ, ബിവറേജസ് ഔട്ട്ലെറ്റുകൾ എന്നിവ സമരക്കാർ നിർബന്ധപൂർവ്വം അടപ്പിച്ചു. രാവിലെ 6 മണിക്ക് തന്നെ ഹർത്താൽ ആരംഭിച്ചു. ഹർത്താൽ ഒരു ജനകീയ വിഷയമായി ഞങ്ങൾ നടത്തുന്ന ഒരു പോരാട്ടമാണ്. നീതിക്ക് വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു സമരമാർഗമായിട്ടാണ് ഈ ഹർത്താലിനെ ഞങ്ങൾ കാണുന്നത്. വാഹനം ഞങ്ങൾ തടയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് അവരെ രാവിലത്തെ സർവീസുകളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 10 മിനിറ്റ് വാഹനം തടഞ്ഞിട്ട് വിടുന്നു. പക്ഷേ 9 മണിക്ക് ശേഷം അതിശക്തമായ രീതിയിൽ വാഹനങ്ങൾ തടയും. യാതൊരു കാരണവശാലും പോകാൻ അനുവദിക്കുന്നതല്ല. ഇതൊരു ജനകീയ പ്രശ്നമാണ്. 10 കോടി രൂപ നിതിൻ രാജിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും കുടുംബം പറയുന്ന രീതിയിൽ അവിടെ FIR തയ്യാറാക്കണമെന്നും ഈ ഡെന്റൽ കോളേജിൻ്റെ അംഗീകാരം റദ്ദ് ചെയ്യണമെന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹർത്താൽ നടത്തുന്നത്. Thank you.